ഒരുപാട് പേരുടെ വർക്കൗട്ട് മുടങ്ങിപ്പോകുന്നൊരു മാസം ചിലപ്പോൾ ഇത് നോമ്പ് മാസമാണെന്ന് തോന്നാറുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തരാണ്. ഒരു മനുഷ്യന് ഭക്തനായി നിൽക്കണമെങ്കിൽ, ഭക്തി വേണമെങ്കിൽ ഒക്കെ നമ്മുടെ ശരീരം ആരോഗ്യത്തിലുണ്ടാവണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ, ഒരു രാത്രിക്കാകുമ്പോഴേക്ക് നോമ്പെടുത്ത് നിൽക്കുക ഒരുപാട് ക്ഷീണമൊക്കെ അനുഭവപ്പെടും. പക്ഷെ ഞാനെന്ത് ചെയ്യുന്നറിയാം, ഇന്ന് രാവിലെ പുലർച്ചെ നോമ്പ് നോക്കാൻ വേണ്ടി എഴുന്നേറ്റതാണ്. ഓൾറെഡി ഒരു 7 മിനിറ്റ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പം വിചാരിച്ച് ഇതൊന്ന് ഷെയർ ചെയ്യണം വിചാരിച്ച് വർക്കൗട്ട് ചെയ്യാൻ. ലോവർ ബോഡിയാണ് ചെയ്തത്, ഇരുന്നുള്ള വർക്കൗട്ടാണ്. കുറച്ച് ഇൻറ്റൻസിറ്റി കൂടിയും വർക്കൗട്ട് ചെയ്യുക ഈ സമയത്താണ്. കാരണം നോമ്പൊന്നും ഇതിൽ ഭക്ഷണം കഴിക്കാൻ സ്വാതന്ത്ര്യമുള്ളൊരു സമയത്താകുമ്പോൾ നമുക്ക് നല്ലോണം വെള്ളവും വർക്കൗട്ടിൻ്റെ ഇടയിൽ കഴിക്കാമല്ലോ. മനസ്സിലായില്ലേ? എന്തെങ്കിലും ക്ലാസ്സുകളൊക്കെ കേട്ടിട്ട് ചെയ്യുക. ആൾക്കാർക്ക് ഈ നോമ്പ് വർക്കൗട്ടിന് സമയം കണ്ടെത്താതുകൊണ്ടാണ്. ചിലർക്ക് നിങ്ങൾക്ക് എന്താണ് ഈ നോമ്പ് മാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ഇങ്ങനെ ഗെയിമും ഇതും കളിച്ചെടുക്കാനുള്ള സമയമാണോ എന്നൊക്കെ ചോദിക്കും. എന്തെങ്കിലും ഖുർആനൊക്കെ കയറി പഠിക്കുകയല്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും അറിവ് നേടല്ലേ. അപ്പോൾ ഇത് രണ്ടും നടക്കുന്നുണ്ടല്ലോ. ഇതിൽ ഡ്യൂട്ടിയിലാണ്, അതാണ് എനിക്ക് അതിനിടയ്ക്ക് ഇങ്ങനെ ഇൻട്രപ്ഷൻ വരുന്നത്. അതിനിടയ്ക്ക് നോമ്പ് നോക്കാനുള്ള സമയം നഷ്ടപ്പെടാനും പാടില്ലല്ലോ. കറക്റ്റ് ടൈമിൽ ചിലപ്പോൾ നോമ്പ് നോക്കാൻ സമയം കിട്ടില്ല, അപ്പോഴേക്ക് പേഷ്യൻ്റ് വരും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിനൊക്കെ ടൈം ഡെഡിക്കേറ്റ് ചെയ്ത് വെക്കണം. ഫാസ്റ്റിങ്ങിൻ്റെ സമയത്ത് ഏറ്റവും നല്ല എനിക്ക് തോന്നുന്നത് ഇഫ്താറിന് ശേഷമാണ്. ചെറിയ ലഘുഭക്ഷണം കഴിച്ചിട്ട് ലഘുഭക്ഷണം വഹിച്ചിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ എനിക്ക് ഇഫ്താർ കഴിഞ്ഞാൽ നമ്മുടെ പേഷ്യൻസിൻ്റെ ഒരു ചാകരയായി. അപ്പോൾ പിന്നെ ആ സമയത്ത് നടക്കില്ല. ഒരു 5 മിനിറ്റ് ഉറങ്ങാൻ സമയം കിട്ടിയാൽ ഉറങ്ങാത്ര. പക്ഷെ നോമ്പ് നോക്കുന്നതിന് മുമ്പ് സുഹൂർ സമയം കിട്ടാത്ത ആ സമയത്താണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. ഓരോരുത്തർക്കും കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈം നോക്കാം. അതിന് വർക്കൗട്ട് മുടക്കാതിരുന്നാൽ മതി. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു നല്ല സംസ്കാരമാണ് വർക്കൗട്ടിൻ്റെ സംസ്കാരം. അത് ഇതുപോലെ ഒരു പരിശുദ്ധ മാസത്തിൽ നമ്മൾ ഇല്ലാതാക്കാൻ ഏറ്റവും വലിയ പൊട്ടത്തരാണ്. എന്ത് കാര്യം നമ്മൾ ചെയ്യണം, ഫാസ്റ്റിങ് ചെയ്യുകയാണെങ്കിലും പ്രാർത്ഥനകൾ നടത്തുകയാണെങ്കിലും മെഡിറ്റേഷനുകൾ നടത്തുകയാണെങ്കിലും ഒക്കെ നമ്മുടെ ശരീരത്തിൽ നിന്നുണ്ടാകുന്നത്. പക്ഷേ ആരോഗ്യം ആണ് എന്തിൻ്റെ അടിത്തറ എന്നുള്ള മനസ്സിലായേ? വർക്കൗട്ട് മുടക്കരുത്. ഇനി വർക്കൗട്ടിന് ശേഷം പുലർച്ചക്കുള്ള ഭക്ഷണം കഴിക്കാൻ പോകണം. ഒരു ഇൻറ്റൻസിറ്റി കൂടിയും വർക്കൗട്ട് ചെയ്യും. എങ്ങനത്തെ സമയത്ത് നമ്മൾ വർക്കൗട്ട് ചെയ്യണം, മനസ്സിലായില്ലേ?